ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ആയി എൻ്റെ MT സ്കിൻ കെയർ ബോഡി കെയർ വീഡിയോ ഇടുന്നത് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോ ഇട്ടത് കുറേ മുന്നേ ആയിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ബോഡി കെയറും ഉണ്ട് സ്കിൻ കെയറും ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് സ്കിൻ കെയറിന് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്നെയിൽ മ്യൂസിൻ. ഇതാണ് സാധനം. കോസാറെക്സിൻ്റെ ആണ്. ഒരു കൊറിയൻ സ്കിൻ കെയർ ആണ്. ഇത് 2 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞതാണ്. 2 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ഗ്ലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, സ്കിന്നിൽ നല്ല ഗ്ലോ ഒക്കെ കിട്ടാൻ ഇത് മസ്റ്റാണ്. ഇതൊരു എസൻസ് ആണ് ഗൈസ്, സിറല്ല. ഇത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ടോണറൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ഇത് ഭയങ്കര കട്ടിയാണ്. ഭയങ്കര നമ്മൾ സാധാരണ എസൻസ് പോലെ ഇത് ഭയങ്കര തിക്കാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഒരു ഗ്ലോ വരും. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് ക്രീം യൂസ് ചെയ്യാം. സോ ഇത് 5ൽ 5 ആണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് റോസ് വാട്ടർ ഒരു ടോണറാണ്. ഇത് ഖാദി നാച്ചുറൽസിൻ്റെ റോസ് വാട്ടറാണ് ഗൈസ്. ഇത് അടിപൊളി. ഞാനിത് നൈക്കയിൽ എന്താ പറയുക 2 എണ്ണം 398 റുപ്പീസിൻ്റെയോ അങ്ങനെ എന്തോ ഒരു ഓഫറിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊരു ബോട്ടിലും കൂടി ഇവിടെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ പേഴ്സണലി ഖാദി നാച്ചുറൽസിൻ്റെ വലിയൊരു ഫാനാണ്. കാരണം ഞാൻ അവരുടെ ഷാംപൂ, കണ്ടീഷണർ, സോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഷാംപൂ ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രിങ്കരാജ് ആംല, അതേപോലെ ഈ റോസ് വാട്ടർ വെർത്താണ് ഗൈസ്. അധികം റേറ്റ് ഒന്നുമില്ല. ചില സമയത്ത് 113 ഓഫറിനൊക്കെ ഞാൻ കാണാറുണ്ട് സിംഗിൾ പീസ്. അപ്പോൾ ഇത് റോസ് വാട്ടർ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് ബൈ. ഇതൊരു 5ൽ 5 ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ പേഴ്സണൽ ഓൾ ടൈം ഫേവറേറ്റ് ഫേസ് വാഷാണ്. ഇത് ഞാൻ 10th ഞാനിത് ഈ ഫേസ് വാഷ് ഞാൻ വാങ്ങുന്നത്. ഞാനിങ്ങനെ ഫേസ് വാഷ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വാങ്ങും കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിയതിൽ ഞാൻ യൂസ് ചെയ്തതിലും ഏറ്റവും ബെസ്റ്റ് ആണ്. സ്കിന്നിന് നല്ല രീതിക്ക് സ്യൂട്ടായ ഒരു ഫേസ് വാഷാണ് സിമ്പിളുടെ റിഫ്രഷിങ് ഫേസ് വാഷ്. ഇത് ഫോർ സെൻസിറ്റീവ് സ്കിൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പോരാത്തതിന് സോപ്പ് ഫ്രീ ആണ്. ഇത് എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ഫേസ് വാഷ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. എൻ്റെ സ്കിന്നിന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതും എൻ്റെ സിമ്പിളുടെ ഫേസ് വാഷാണ്. ഞാൻ ഫ്യൂച്ചറിലും ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ. കാരണം ഇത് അത്രയ്ക്കും എൻ്റെ സ്കിന്നിന് അടിപൊളിയാണ്. സോ ഇതൊരു 5ൽ 5 ഓഫ് കോഴ്സ്. ഇനി ഞാൻ കാണിക്കാൻ പോണത് ഒരു സിറമാണ്. അത് എന്താ പറയുക, നിങ്ങൾക്ക് ഈ പോഴ്സ് പിന്നെ ഈ മൂക്കിൽ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പോഴ്സ് നമ്മൾ ഇവിടെ പോഴ്സ് ഇങ്ങനെ വരും. ചിലർക്കൊക്കെ വലിയ പോഴ്സൊക്കെ വരും. പിന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഓയിലി ആക്നി പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവർ, നിങ്ങൾ ചിലവർ സ്കിൻ കെയറിനെ പറ്റി അറിയണവരൊക്കെ ആണെങ്കിൽ അറിയായിരിക്കും. സാലിസിലിക് എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ഡെർമാക്കോൻ്റെ ഇത് എനിക്കൊരു ടൈമിൽ ഭയങ്കര പിമ്പിൾസൊക്കെ വന്നിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഉണ്ടോ സാലിസിലിക് 2%. പേഴ്സണലി എനിക്കങ്ങനെ ഭയങ്കര ആക്നി പ്രോൺ സ്കിൻ, ഭയങ്കര ഓയിലി സ്കിൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു ടൈമിൽ എനിക്കിത് യൂസ് ചെയ്യണം. എനിക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാറുണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ചേഞ്ചും സ്കിന്നിൽ തോന്നിയിട്ടില്ല. കാരണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇത് യൂസ് ചെയ്തപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ പിമ്പിൾസിനായാലും ഞാൻ പിമ്പിൾസിനെ പേഴ്സണലി പ്രിഫർ ചെയ്യുക സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ഓയിൻമെൻറ്റ് ഉണ്ടല്ലോ, ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ജെല്ല് കാണിച്ചിരുന്നു, ക്ലിൻഡാമൈസിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിമ്പിൾസ് വരും, എനിക്ക് പീരീഡ്സൊക്കെ എടുക്കാറാവുമ്പോൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചിലത് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുക ഈ ഓയിൻമെൻറ്റ്. ഞാൻ എവിടെയാണ് പിമ്പിൾസ് ഉള്ളത് അവിടെ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കും. ഒരു 1-2 ദിവസം കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ ഞാൻ ഈ ഒരു സിറം ഞാൻ പിമ്പിൾസിന് വേണ്ടിയും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതൊരു വേസ്റ്റ് ഓഫ് മണി എന്ന് ഞാൻ പറയുള്ളൂ. ഇത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ആരെങ്കിലും വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ചിലവരിത് യൂസ് ചെയ്തിട്ട് അവർക്കിത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാവും. അവരുടെ സ്കിന്നിന് ചിലപ്പോൾ മാച്ച് ആയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് ഒട്ടും സ്യൂട്ടായിട്ടില്ല. അപ്പോൾ ഞാനിത് പേഴ്സണലി ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. 5ൽ 2.
ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് ബോഡി മിസ്റ്റാണ്. അതിൻ്റെ ഫസ്റ്റ് വൺ പ്ലമ്മിൻ്റെ ഈ ഒരു ബോഡി മിസ്റ്റാണ്. ഓർക്കിഡ് യു നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി മിസ്റ്റാണ് ഇത്. എനിക്ക് സത്യം പറഞ്ഞ പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതിപ്പോൾ വാനില യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യാരമലിൻ്റെ ഒരു ഫ്ലേവറിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്, കാരണം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പൾസ് പോയിന്റ് ഉണ്ടല്ലോ, പൾസ് പോയിന്റിൽ ഞാൻ വാസലിൻ അപ്ലൈ ചെയ്യും. വാസലിനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ലിപ് ബാം ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഇവിടെ പൾസ് പോയിന്റ്സിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് ബോഡി മിസ്റ്റ് അടിക്കുക. അപ്പോൾ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ആ ഒരു സ്മെല്ല്, ഒരു ഫ്രാഗ്രൻസ് നിൽക്കാറുണ്ട് ഓൾ ഡേ. അപ്പോൾ ഇത് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്, അടിപൊളിയാണ്. ഇതൊരു 5ൽ 4.5. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പിൽഗ്രിം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു നിങ്ങളിപ്പോൾ വാനില സ്മെല്ലിൻ്റെ ഒക്കെ വലിയൊരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രഞ്ച് കിസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. കാണുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇത് ഡിസൈൻഡ് ഇൻ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാം വാനില ആൻഡ് സ്റ്റാർ ഫ്രൂട്ട് അങ്ങനത്തെ ഒരു ഇത് ഞാൻ വാങ്ങിച്ച് എനിക്കിഷ്ടമായിട്ട് ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, പുതിയതാണ്. ഞാൻ ഈ അടുത്താണ് വാങ്ങിച്ചത്. എനിക്ക് പേഴ്സണലി എനിക്ക് വാനില നല്ല ഇഷ്ടമാണ്. വാനിലയും ഊതും, അത് രണ്ടെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾ വാനില ഒരു ഫ്രാഗ്രൻസ് ബോഡി മിസ്റ്റ് നിങ്ങൾ നോക്കി നടക്കുകയാണെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ദിസ്. അടിപൊളിയാണ്. ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ബോഡി വാഷാണ്. നമ്മുടെ എംകഫീൻ്റെ ഒരു ബോഡി വാഷാണ്. എസ്പ്രസ്സോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇത് എനിക്ക് കുറേ കാലം നിന്നു. ഇത് ഞാനങ്ങനെ ഡെയിലി യൂസ് ബോഡി വാഷ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിലൊരു സ്ക്രബ് എഫക്റ്റ് ഉണ്ട്. കാരണം അതിൽ ഈ കോഫിയുടെ ഒരു ഗ്രാന്യൂൾസ് പോലെ ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് എക്സ്ഫോളിയേഷൻ നമുക്ക് ഡെയിലി ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനത് ഡെയിലി യൂസ് ചെയ്യാറില്ല. വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസോ ഒക്കെ ഞാൻ ഇടയ്ക്കത് യൂസ് ആക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്കൊരു 6-7 months നിന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇപ്പോൾ സ്മെല്ലൊക്കെ ശരിക്കും കോഫിയാട്ടോ, അടിപൊളിയാണ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാക്കേജിങ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. പിന്നെ ഒരു കോഫി ലവറാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, നിങ്ങൾക്ക് ഇത് നല്ല രീതിക്ക് ഇഷ്ടം. ഇതിന് വേറെ വേരിയൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ലാറ്റെ അങ്ങനെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് എനിക്കിഷ്ടമായത് എസ്പ്രസ്സോ ആണ്. അടിപൊളിയാണ് കേട്ടോ, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. ഒരു 5ൽ 4.8. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 3 ബോഡി ലോഷനാണ് ഗൈസ്. ആണ് ഇന്ന് കാണിക്കാൻ പോകുന്ന 3 ബോഡി ലോഷൻ. അതിൽ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്, വാസലിൻ്റെ ഈ ഒരു കൊക്കോ ഗ്ലോ. എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ പാരൻസ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മ തൊട്ട് അച്ഛൻ, അമ്മ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയുന്നു അടിപൊളി ക്രീമാണ്. ഞാൻ ചെറുപ്പം മുതലേ എന്താ പറയുക, എൻ്റെ പാരൻസൊക്കെ യൂസ് ചെയ്ത് അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന് കുറേ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് ഞാനിത് എടുത്ത് വെച്ചത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, നമ്മുടെ ഒരു ബ്രൈറ്റനിങ്ങിനും പിന്നെ നറിഷ്മെൻറ്റിനും ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് ഇതിൻ്റെ ഒരു സ്മെല്ല്, അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറേ ക്വാണ്ടിറ്റിയിലുണ്ട്, വലുതൊക്കെ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ എന്നോട് ഏറ്റവും ബെസ്റ്റ് ബോഡി ലോഷൻ പറയാൻ പറഞ്ഞാൽ ഞാൻ ഇതേ പ്രിഫർ ചെയ്യുള്ളൂ. വാസലിൻ്റെ ഈ ഒരു കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയൻറ്റ് അടിപൊളി, രക്ഷയില്ല. സ്മെല്ല് കൊണ്ടും വർക്ക് കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇതൊരു 5ൽ 10 എന്ന് തന്നെ പറയാം. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് നിവ്യയുടെ ഈ ഒരു ബോഡി മിൽക്കാണ്. ഇത് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഇതൊക്കെ ഉള്ളതാണ്. ഇതും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റ്സിലുള്ളതാണ്. നമുക്ക് ഈസിലി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ ബോഡി ലോഷൻ്റെ സെക്ഷനിൽ നമുക്ക് ഇതൊക്കെ കാണാം. അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ലൊരു ക്രീമാണ്. ഒരു സിറം പോലെയാണ്, ഒരു വൈറ്റ് കളർ സിറം പോലെയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, തിക്കേ അല്ല. അപ്പോൾ നിങ്ങൾ സമ്മേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീം ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് റെക്കമെൻഡ് ദിസ്. അടിപൊളിയാണ്. പിന്നെ ഇത് എന്താ പറയുക, ഇതും കുറേ ക്വാണ്ടിറ്റിയിലുണ്ട്. ഇത് ഏറ്റവും ചെറുത്
ഇതിൻ്റെ മീഡിയം, ഇതിനേക്കാൾ വലുതൊക്കെ ഉണ്ട്. ഈസിലി അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, ഇന്ത്യൻ മാർക്കറ്റ്സ്, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് പോയാലും ഈ ഒരു ക്രീം കാണാം. അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് നല്ലപോലെ നറിഷ്ഡ് ആവും. ഒരു ഫുൾ ഡേ എന്തായാലും ആ ഒരു നറിഷ്മെൻറ്റ് നമ്മുടെ സ്കിന്നിൽ നിൽക്കും. അടിപൊളിയാണ് കേട്ടോ. ഇത് 5-ലൊരു 4.5. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ സോഫ്റ്റ് സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ബോഡി ലോഷനാണ്. ഇതെനിക്ക് തോന്നുന്നു അത്ര ഇപ്പോൾ നമ്മുടെ നിവ്യ, വാസലിൻ പോലെയൊന്നും അത്രയ്ക്കൊരു ഫേമസ് ബ്രാൻഡ് അല്ല ഈ ഒരു ബ്രാൻഡ് സോഫ്റ്റ് സെൻസ്. ഇത് പെട്ടെന്ന് എൻ്റെ ബോഡി ലോഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചതായിരുന്നു. ബട്ട് ഞാൻ പേഴ്സണലി ഇതങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതെനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒന്നാമത് സ്ട്രോങ് സെൻറ്റായിരുന്നു, ഭയങ്കര കുത്തായിരുന്നു. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബോഡിയിൽ തേക്കാൻ ഇരിക്കും, ഭയങ്കര ഒരു സ്ലിപ്പറി, ഭയങ്കര അങ്ങനെ സ്റ്റിക്കി ഒക്കെ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. സ്ലിപ്പറി അല്ല, സോറി, സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ എനിക്ക് ബോഡിയിൽ തോന്നി. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കാല്, നമ്മുടെ ഫീറ്റ് ഉണ്ടല്ലോ, ഫീറ്റിലും നമ്മുടെ ഈ കൈ, അങ്ങനെ ഞാൻ ഇത് തേച്ചിരുന്നു. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ കണ്ടിട്ട് ഇത് നിങ്ങൾ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് വാങ്ങണ്ട, വേറെ ഏതെങ്കിലും നിങ്ങൾ വാങ്ങിക്കോ. ഈ ഒരു ബ്രാൻഡിൻ്റെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. 5-ലൊരു 1. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. ഞാൻ കുറച്ച് സ്കിൻ കെയർ, ബോഡി മിസ്റ്റ്, ബോഡി ലോഷനൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇനിയും ഉണ്ട് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ എൻ്റെ പ്രൊഡക്ട്സ്. എല്ലാം ഒറ്റ വീഡിയോയിൽ ചെയ്യണ്ടല്ലോ, ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മുന്നേ ഞാൻ യൂസ് ചെയ്ത എൻ്റെ MT പ്രൊഡക്ട്സ്, സ്കിൻ കെയർ, ഇന്ന് ഞാൻ മേക്കപ്പ് കാണിച്ചിട്ടില്ല. മേക്കപ്പ് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു. ഡു കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലെ റെക്കമെൻഡേഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.